അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 34-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മുമ്പ് ജ്യേഷ്ഠന്മാരായ ആളുകൾ ഭക്ഷണം ആവശ്യപ്പെട്ട് കൻആനിൽ നിന്നും മിസ്രിലേക്ക് വന്നപ്പോൾ അവിടെ ഭരിക്കുന്നത് അവരുടെ അനിയനാണെന്ന കാര്യം അവർക്കറിയില്ല. ഏതായാലും അനിയൻ ജ്യേഷ്ഠന്മാരെ നല്ല നിലക്ക് തന്നെ ഭക്ഷണങ്ങളൊക്കെ നൽകി ആദരിച്ചു. വെറുതെ ഒന്ന് മിരട്ടാൻ വേണ്ടി മുഖമൂടി അണിഞ്ഞ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായ യൂസുഫ് നബി അവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയും ഒന്നും പിടികൊടുക്കാതെ ജോലിക്കാരോട് പറഞ്ഞു, ഇന്നലെ താമസിച്ച അതേ റൂമിലേക്ക് തന്നെ ഇവരെ മടക്കുകയും അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വീണ്ടും ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസവും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ റൂമിലേക്ക് 10 ജ്യേഷ്ഠന്മാരും ചെന്നിരിക്കുകയാണ്. ആ സമയം യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ മോൻ അഫ്ര, മൈഷ എന്ന് പറയുന്ന 2 മക്കളുണ്ട്, ആൺകുട്ടികൾ. അതിൽ മൈഷ എന്ന് പറയുന്ന ആൺകുട്ടിയെ വിളിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്താണൊരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണത്? തരുളേ നീ പോഞ്ചിലെ ഊടതിൽ പാനമിടും കുടിനീര് നിറത്തുടൻ സന്തോഷമിൽ അമ്മുറിവാസികളെ സമൂഹം തനിൽ പോയി മഹിമയിലൂട്ടണം രസമാൽ ഇത് പഠിച്ചാറ്റി രാജരുമാ മണിമകനാറ്റലൈ അരിമാ പദവിയുൾ സവിശേഷ ലിബാസുകളിട്ട് മെയ്ത്തിടവേ അഴകാൽ. മൈശനെ വിളിച്ചിട്ട് മഹാനായ യൂസുഫ് നബി മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്നലെ ആ റൂമിൽ ഞാൻ അലങ്കരിച്ച ആ റൂമിൽ 10 ആളുകളെ താമസിച്ചത് നീ കണ്ടില്ലേ? അവർക്ക് ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ജോലിക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നീ പോയിട്ടൊരു കാര്യം ചെയ്യണം. നീ പോയിട്ട് ആ ജഗ്ഗിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ആ ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് അവർക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അവർ തീറ്റ കൂടിയൊക്കെ നടത്തുന്ന സമയത്ത് ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു യൂസുഫ് നബി. എന്നാൽ സുന്ദരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചോ, രാജകുമാരനല്ലേ, അപ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് കുട്ടിയെ ഇജാ റൂമിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ചോദിച്ചു, അരിമാ മകൻ അന്തിനം ചോട്ടിടയാരബുവേ അവർ എന്നതിൻ്റെ ആചരും അലിവോല്ലുരെ നിന്നുടെ അമ്മുകളാണവർ കേട്ടതില്ലേ മണിമകൻ കൂറി ബിറതിലേ എറിഞ്ഞോരു ഘോര ക്രൂരമിലേ അതിനുടൻ ഭാവ പേശിടലേ ഊനമിൽ അതിനാൽ പരം തന്ത ഗുണം മുന്നേ ഓർക്കുക പൊന്തരുളേ. ആ സമയം മകൻ ചോദിച്ചു, മൈഷ ചോദിക്കുകയാണ് യൂസുഫ് നബിനോട്, പാപ്പാ, ഓൽക്ക് ചെന്നിട്ട് സർവത്തോ എന്ത് കുന്ത്രാണ്ടാണെങ്കിലും അത് ജഗ്ഗിൽ ഇങ്ങനെ പാർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാപ്പ ആഹ്വാനം ചെയ്യാണ് മകനോട്. അങ്ങനെ മകൻ നല്ല സുന്ദരമായ വസ്ത്രമൊക്കെ ധരിച്ച് അടിപൊളിയായിട്ട് ജഗ്ഗിൽ സാധനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്ത് മധുരപാനീയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പുറപ്പെടുന്ന സമയത്ത് മകൻ ചോദിച്ചു, വാപ്പ ആരാണ് അവർ എന്ന് ചോദിച്ചു. അപ്പോൾ മോനായ യൂസുഫ് നബി പറയുകയാണ്, മോനെ, അവർ നിൻ്റെ മൂത്താപ്പാരാണ്. അവർ മൂത്താപ്പാരാണ് കുട്ടിയെ, എൻ്റെ മൂത്താപ്പാരാണ് അവർ എന്ന് പറഞ്ഞു. ഈ സമയം കുട്ടി ഒരു ചോദ്യം ചോദിച്ചു യൂസുഫ് നബിനോട്, ബാപ്പാ, അന്ന് നിങ്ങളെ കിണറ്റിലെറിഞ്ഞ ക്രൂരന്മാരാണ് അവർ. നിങ്ങളെ ജുബുൽ അസീൻ എന്ന് പറയുന്ന കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ തുനിഞ്ഞ ക്രൂരന്മാരായിരിക്കുന്ന ജ്യേഷ്ഠന്മാരാണോ അവർ എന്ന് കുട്ടി മൈഷ ചോദിച്ചപ്പോൾ അവിടുന്ന് വാപ്പ പറയുകയാണ്, യൂസുഫ് നബി പറയുകയാണ്, മോനെ, അവരെന്നെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ മർദ്ദിക്കുകയും കിണറ്റിലെറിയുകയും അങ്ങനെ എല്ലാ ഉപദ്രവങ്ങളും ചെയ്ത കാരണമല്ലേ ഞാൻ ഈ ഉന്നതമായ പദവിയിലെത്തിയത്, മിസ്റിൻ്റെ രാജാധികാരം പോലും എനിക്ക് കിട്ടിയത് അതുകൊണ്ടല്ലേ.
അതുകൊണ്ട് മോനെ സമാധാനിക്കൂ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. അങ്ങനെ കുട്ടിയതാ പറഞ്ഞതുപോലെ അതാ ജഗ്ഗിൽ അല്ലെങ്കിൽ ഫ്ലാസ്കിൽ എന്തിലാണെങ്കിലും ശരി അതാ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് പാനീയം എടുത്തുകൊണ്ട് അവർക്ക് ഊറ്റിക്കൊടുക്കാൻ വേണ്ടി അവർക്ക് പാർന്നു കൊടുക്കാൻ വേണ്ടി അതാ ഹാളിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുന്ദരമായ വസ്ത്രം, രാജകുമാരനാണ്, മൈഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യൂസുഫ് നബിയുടെ ഒരു മോൻ്റെ പേര് മറ്റൊന്ന് അഫ്രയാണ്. മൈഷയോടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിറകെ മകൻ ചോണ്ടിടൈ അമ്മുകളിൽ അനവല്ലതും പേശണോ പാവ എ ബേബി, എന്തെങ്കിലും കേൾക്കുകിൽ ഉന്നണം ഞാൻ കിബിത്തി. അതിൽ ഇബ്രാനി ഭാഷയിലെ മൊഴി പ്രയാസമാണെനിലെ ഇത് വിധം കൂറി വേഗമിലെ ഷുർബുകൾ പിരികെ ബഹുമാനമിൽ നിണ്ടുണൈ കോപമിലൂത്തണമേ കോപ്പയിലൂത്തണമേ. അപ്പോൾ യൂസുഫ് നബിയോട് കുട്ടി ചോദിച്ചു, മോൻ മൈഷ ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഓരോട് പറയണോ? ഞാൻ ഓലോട് എന്തെങ്കിലും പറയണോ എന്ന് വാപ്പാനോട് ചോദിക്കണം. അപ്പോൾ വാപ്പ പറഞ്ഞു, ഒന്നും പറയണ്ട, ഇജ് ആരാണെന്നിട്ട് ഇനി ഓല് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കിബിത്തി വംശജനാണെന്ന് പറഞ്ഞാൽ മതി, ഇബ്രാനി ഭാഷയിൽ മുണ്ടിപ്പോകരുതേ, ഇബ്രു സംസാരിച്ചു പോകരുതേ എന്ന് മകനോട് പറയുകയാണ്. അങ്ങനെ വാപ്പ പറഞ്ഞയച്ചതുപോലെ അതായത് രാജാവായ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ കൺമണിയായ തൻ്റെ മോനായ മൈഷയെ വിളിച്ച് അതാ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അതാ സർവത്തെടുത്തുകൊണ്ട്, നമ്മുടെ ഭാഷയിൽ സർവത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലൈം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് എടുത്തുകൊണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ആയിക്കോട്ടെ, മുന്തിരി ജ്യൂസ് ആയിക്കോട്ടെ, എന്ത് ജ്യൂസാണെങ്കിലും ആ ജ്യൂസ് എടുത്തുകൊണ്ട് അതാ അവരുടെ മൂത്താപ്പാരെ സൽക്കരിക്കാൻ വേണ്ടി മകനത യൂസുഫ് നബിയുടെ പൊന്നോമന പുത്രൻ ഹാളിലേക്ക് ചെന്നിരിക്കുകയാണ്. അങ്ങനെ സർവത്തത ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കവി തന്നെ പറഞ്ഞോട്ടെ. അടുത്ത ഭാഗം. ഉരയും നാരാവിൽ ഓരിൽ വിരുന്ന് ഊക്കോടെ രാജൻ കൊടുത്തതിന് പറയുന്നോരു റൊട്ടിക്കന്നത്തെ കാലം വരുമേ വില പൊൻസഹസ്രത്തിനോളം കരമാൽ ഭുജീത്ത് അവറുകളിയണീത്ത് കടന്ന് മായീശ സർവത്തെടുത്തേ. സർവത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അരിമക്കനി മകൻ ഊത്തി കൊടുത്തേ അവരും കുശാലായി വാങ്ങി കുടിത്തേ. അങ്ങനെ ഹാളിൽ കണ്ട് ചെന്നിട്ട് കുട്ടി എന്ത് ചെയ്തു? സർവത്ത് തന്നെ ഇവിടെ കവിയും പറയണത്. സർവത്ത് ഇങ്ങനെ പാർന്നു കൊടുക്കുകയാണ് എല്ലാവരും മുമ്പിൽ കൂടിയും. 10 ആളെ മുമ്പിൽ കൂടിയും ചെന്നിട്ട് ഒരു രാജകുമാരൻ്റെ മട്ടിലുള്ള മൈഷയല്ലേ ഇവർക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ക്ലാസ്സിൽ ഭയങ്കര സൽക്കാരല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൈസ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ മൈസനങ്ങനെ കണ്ണ് ഇമ വെട്ടാതെ അല്ലെങ്കിൽ കണ്ണ് ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കണുണ്ട് മൈസനെ. കാരണം എന്താ? രാജകുമാരനാണ് ഊറ്റി കൊടുക്കണതേ. സർവത്ത് പാർന്നു കൊടുക്കണ ആളാരാണ്? രാജകുമാരന്. അങ്ങനെ കുടിക്കുമ്പോൾ ചോട്ടും നാവറുകൾ മകനെ കൂറ് നീയാരെന്ന് നോക്കിയുടനെ. ആ സമയത്ത് സർവത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട്, കുട്ടിയെ ആരാണ്? അപ്പോൾ കുട്ടിയും വളവനല്ലേ. കുട്ടി പറഞ്ഞു, മടിയാതെ രാജകുമാരൻ ഞാൻ എന്നെ മഹിമക്കിട വന്ന് അവരോട് ചൊന്നേ കടപ്പായെ അന്തേ വിരുന്നുകൾ കണ്ട് കതിക്കുന്നവർ തമ്മിൽ സന്തോഷം കൊണ്ട് വടിവേറും രാജൻ മഹാദീനിയാണ് ബഹുമാനം നമ്മൾക്ക് ചെയ്തല്ലോ കേണ്.
കുടിക്കുമ്പോൾ ചോടുന്നവറുകൾ മകനെ കൂറ് നീ ആരെന്ന് നോക്കിയുടനെ മടിയാതെ രാജകുമാരൻ ഞാനെന്നേ മഹിമക്കിടവന്ന വേരോട് ചൊന്നേ കടപ്പായെ അന്തേവിരുന്നുകൾ കണ്ട് കതിക്കുന്നവർ തമ്മിൽ സന്തോഷം കൊണ്ട് വടിവേറും രാജൻ മഹാദിനിയാണ് ബഹുമാനം നമ്മൾക്ക് ചെയ്തല്ലോ കേണ് ബഹുമാനെ ബാപ്പാൻ്റെ കീർത്തികൾ കൊണ്ട് വലുതായി നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ സർവത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മോനും കൂടി ചോദിക്കുകയാണ് ഏതാ കുട്ടിയെ ജ്. അപ്പം ഞാൻ രാജപുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ മടിയാതെ രാജകുമാരൻ ഞാൻ എന്നേ മഹിമക്കിടാവുന്നവരോട് ചൊന്ന് രാജകുമാരനാണ്, അതായത് രാജാവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം പറയണേ നമ്മളെ പറ്റിയിട്ട് രാജാവിന് നല്ല മതിപ്പാണുള്ളത്, നമ്മളെ വാപ്പാൻ്റെ പേരൊക്കെ അഡ്രസ്സൊക്കെ അന്ന് ചോദിച്ചറിഞ്ഞതല്ലേ. അപ്പം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങളാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ വല്ലാതെ രാജ്യം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ഇതുവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചികവർ യഹൂദമോളിയുന്നു തീർപ്പായി ശരിയെങ്കിലും ഇന്ന് തെറ്റിദ്ധരിപ്പായി അകമില്ലവർക്ക് മെയ്കളെ കൊണ്ട് അറിയാത്ത എന്തോരു സംശയം ഉണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാണ്. യാക്കൂബ് നബിയുടെ മക്കളും അത് കാരണമായിരിക്കും ചിലപ്പോൾ രാജാവ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. പക്ഷേ യഹൂദ പറയണത് ഇതൊന്നും സംഭവം എന്തോ രാജാവിന് നമ്മളെ ഒരു പന്തികേട് നമ്മളെ പറ്റി കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയണേ ആര് യഹൂദ. മാത്രല്ല മഹിമപ്പതി സിംഹാസനത്തിൽ ഇരുന്ന് വല്ലാത്തൊരു നോട്ടം കണ്ടോ നീ അന്ന്. മറ്റ് ജ്യേഷ്ഠന്മാരോട് പറയാം യഹൂദ, അന്ന് രാജാവ് കണ്ടില്ലേ നമ്മളെ മുമ്പിൽ നിർത്തിയിട്ട് കുറേ നമ്മളെ മുഖത്തേക്ക് നോക്കും, പിന്നെ തലതാത്തും, പിന്നെ കുറേയും പിന്നെ നമ്മളെ മുഖത്തേക്ക് നോക്കും. അങ്ങനെ ആ നോട്ടം, അന്നത്തെ നോട്ടം കനിന്തേ മുതൽക്ക് അപകടമാണെന്നെൻ്റെ ഉള്ളിൽ ശരിക്ക്. അന്ന് രാജാവ് നമ്മളെ നോക്കിയില്ലേ, അന്ന് മുതൽ പണി അബദ്ധത്തിലാണ് പേച്ചക്കണു, സംഭവം പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കണു. ഏതായാലും മുന്നൊന്ന് നാളെ വ്യസനങ്ങളെല്ലാം ഓശമഹിമപാതിയോട് ചൊല്ലാം എന്നിപ്പടികേമർ 10 മൂത്തേ ഇരവന്തേ റൂമിൽ മൂശിപ്പാൽ വാസിത്തേ. ഏതായാലും സംഭവം അന്നത്തെ നോട്ടം കനിന്തേ മുതൽക്ക് അപകടമാണെന്നെൻ്റെ ഉള്ളിൽ ശരിക്ക്. ആണോ, അന്നത്തെ നോട്ടം കണ്ടേ മുതൽക്ക് അപകടമാണെന്നെൻ്റെ ഉള്ളിൽ ശരിക്ക്. യഹൂദ ഇത് പറഞ്ഞെങ്കിലും ഏതായാലും അന്ന് എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോൾ റൂമിലൂടെ കഴിഞ്ഞുവിടുക, നമുക്ക് രാജാവിനോട് നാളെ പുറപ്പെടുമ്പോൾ കാര്യങ്ങളൊക്കെ ചെന്ന് നമ്മളെ വ്യസനങ്ങളും സങ്കടങ്ങളും നമ്മളെ ഭക്ഷണമില്ലാത്ത കാര്യങ്ങളും ഭയങ്കര ബറത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യമൊക്കെ നാളെ നമുക്ക് രാജാവിനോട് ബോധിപ്പിക്കാം എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്നിപ്പടികെ 10 മുത്ത് ഇരവന്തേ റൂമിൽ മുഷിപ്പാൽ വസിത്തേ. അങ്ങനെ 10 അന്ന് രാത്രി ആ റൂമിൽ ബേജാറോടുകൂടെ കിടന്നിറങ്ങുകയാണ്. കാരണം മിനിഞ്ഞാന്ന് രാജാവ് നമ്മളെ മുഖത്തിങ്ങനെ നോക്കും, തല താഴ്ത്തും നോക്കും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇന്നിപ്പോൾ രാജകുമാരനാണ് നമുക്ക് സർവ്വത്തും ഇതൊക്കെ ഒരുക്കി സ്വീകരിച്ചാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തോ പന്തികേടാണ് എന്താണെന്നറിയില്ല, എന്തായാലും കുടുങ്ങിയത് തന്നെ. അങ്ങനെ ആകെ ബേജാറോടുകൂടെ 10 ആളുകളും ആ റൂമിൽ അന്ന് രാത്രി അവർ ചിലവഴിച്ചു എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ പുലർന്നുടൻ മുന്നത്തെ പോലെ വീണ്ടും ക്ഷണിക്കാൻ വന്നെത്തിയിടയാളെ.
അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പഴയതുപോലെ തന്നെ അവരെ ക്ഷണിക്കാൻ വേണ്ടി അതാ പാറാവുകാർ അല്ലെങ്കിൽ ജോലിക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കാര്യസ്ഥന്മാർ വന്നിരിക്കുകയാണ്. എത്തിയ പോതുടൻ പത്തും വേഗം നടന്താരോ ഇരസർ സിംഹാസന സന്നിധിയിൽ കടന്താരോ ചിത്തം ഭയപ്പെടും കണ്ടാൽ അന്നത്തെ പട്ടാളം ധീരത്തിൽ ഉണ്ടല്ല പേർക്കും കയ്യിൽ കരവാളും. പറഞ്ഞതുപോലെ തന്നെ മിനിഞ്ഞാന്ന് ക്ഷണിക്കാൻ വന്നതുപോലെ തന്നെ പ്രത്യേക കമാൻഡർമാർ, അതായത് വേഷം പൂണ്ട് പട്ടാളക്കാരൊക്കെല്ലാം സജ്ജമായി അതാ അവരെ ക്ഷണിക്കാൻ വേണ്ടി രാജാവിൻ്റെ രാജ്യസന്നിധിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, രാജാവിരിക്കുന്ന ഭാഗത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി അതാ കാര്യസ്ഥന്മാർ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓലയിട്ട് അതാ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മത്തീര കൗരവത്തോടെ രാജൻ കടന്തിട്ടേ മഹിമാ സിംഹാസനം കെറിയാസനം ചെയ്തിട്ടേ മുത്ത് നബിൻ്റെ മുഅ്ജിസാത്തിൽ പറയുന്നേ പുതുമാമികത്തൊരു തങ്ങളിലുണ്ടെന്നേ എന്നും മസായില്ലടിത്താൽ വൈബ് പറയുമേ ഇന്ത്യ അനാവുൽ ഒയുബും ഉണ്ട് മുൻഭാഗത്തെ ഉന്നതർക്കം നാളിൽ തർജുമാനെ നിറുത്തിയേ ഉഗ്ര കൈഫീത്ത് കൊണ്ടവരിൽ പിന്നെ തുടർത്തിയേ. അങ്ങനെ രാജാവിൻ്റെ മുമ്പിലേക്ക്, രാജകൊട്ടാരത്തിൽ രാജാവിരിക്കുന്നതിന് മുമ്പിലേക്ക് ഇവരെ കൂട്ടി 10 ആളുകളെയും കൂട്ടി പാറാവുകാർ വന്ന് അവിടെ ശരിയായി അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അവിടെ എത്തി രാജാവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞു. അവർ നിൽക്കുകയാണ്, അവർക്ക് സമാധാനമല്ല. ഇരിക്കാൻ പറഞ്ഞു പട്ടാളക്കാർ ഇരുന്നു. അങ്ങനെ രാജാവാണെങ്കിലോ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് സിംഹാസനത്തിൽ വന്നിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രാജാവിൻ്റെ മുൻഭാഗത്ത് ഇരിക്കുന്നതിൻ്റെ മുൻഭാഗത്ത് വലതുവശത്തായിട്ട് ഒരു കുന്ത്രാണ്ടുണ്ട്. ആ കുന്ത്രാണ്ടത്തിൻ്റെ പേരാണ് ഇവിടെ സ്വാഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വലിയൊരു കുന്ത്രാണ്ടാണ്. അയ്മ മുട്ടിയാൽ അതെന്ത് ചെയ്യും, ആളുകൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സത്യമാണ് പറഞ്ഞതെന്ന് പറയും, അതല്ല നുണ പറഞ്ഞാൽ നുണയാണ് പറഞ്ഞതെന്ന് പറയും. അങ്ങനത്തെ ഒരു കുന്ത്രാണ്ടാണ്. അപ്പോൾ അത് രാജാവിൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ രാജാവ് മിനിഞ്ഞാന്ന് നോക്കിയിട്ടാണ് മിരറ്റിയത്. ജ്യേഷ്ഠന്മാരെ നോക്കിയിട്ട് മുഖത്തവരെ നോക്കും, പിന്നെ തല താഴ്ത്തും, പിന്നെയും നോക്കും, പിന്നെയും തല താഴ്ത്തും. ഇങ്ങനെയാണ് മിനിഞ്ഞാന്ന് ജ്യേഷ്ഠന്മാരെ ഒന്ന് പ്രശ്നത്തിലാക്കിയത്. ഇന്ന് എങ്ങനെയാണ്? ഇന്ന് അവരോട് 5-6 ചോദ്യങ്ങൾ ചോദിക്കുകയാണ് രാജാവ്. എന്തായിരുന്നു ചോദിച്ചത്? ഉന്നോവീനും കേള ഊരും പേരും വരത്തെ ഉടനാവർ കുല്ലും രാജരോട് വിവരിത്തേ. ഇന്ന് രാജാവ് ചോദിക്കുന്നത് നിങ്ങളുടെ രാജ്യം എവിടെയാണെന്നാണ്. അപ്പം മുമ്പ് രാജാവ് അത് അറിഞ്ഞിക്കണത് പാറാവുകാർ എഴുതി രാജസന്നിധിയിലേക്ക് കൊണ്ടിട്ടാണ്. ഇന്ന് നേരിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജ്യം എവിടെയാണ് ചോദിച്ചു. അപ്പം കന്നാനിലാണെന്ന് പറഞ്ഞു. വാപ്പാൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. യാക്കൂബ് നബിയാണെന്ന്. യാക്കൂബാണ്, നബിയാണ് പറഞ്ഞു. നിങ്ങളെ വാപ്പാക്ക് എത്ര മക്കളാണെന്ന് ഇനി ചോദിക്കണത് ആര്? മിസ്റിൻ്റെ അധിപനായ അസീസ് രാജാവാവുന്ന യൂസുഫ്. പിന്നെയും താതക്ക് മക്കൾ എത്തിരാവുണ്ടെന്ന് വിവരിത്തവരോട് കേട്ട പോതിൽ വിരുത്തും. പിന്നെ ചോദിച്ചത് വാപ്പാക്ക് എത്ര മക്കളാണെന്നാ. അപ്പം അവർ പറയണ വിരുത്തുന്ന മെയ് 12 ആൺമക്കളാണെന്നും ബിരിത ബാവാൻ്റെ അടുക്കൽ തമ്പി ഒന്നുണ്ടെന്നും. ഞങ്ങൾ 12 ആൺമക്കളാണ്, ഒരു പെണ്ണുണ്ട്, 12 ആൺമക്കളാണ്.
അതിൽ ഒന്ന് വാപ്പാൻ്റെ അടുത്തുണ്ട്, 10 ആൾ ഞങ്ങളിങ്ങോട്ട് പോന്നു. അപ്പോൾ 11. അപ്പോൾ പിന്നെ പറയുന്നു, പിന്നും ഒരാളെ ചെന്നായ തിന്നെന്നും ബാവ അന്നാൾ മുതൽ ദുഃഖം പൂണ്ട് ഇരിപ്പെന്നും. ഒരാളെ പണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് പോയപ്പോൾ ചെന്നായ ഭക്ഷിച്ചു. അങ്ങനെ 12 മക്കളാണ് എന്ന് പറഞ്ഞു. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹൃദയം കിടുകിടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖംമൂടി അണിഞ്ഞ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, നിങ്ങൾ സത്യമാണോ പറയുന്നത്? അങ്ങനെ അടുത്തിരിക്കുന്ന സായിൽ ആ കുന്ത്രാണ്ടത്തന്മാരുടെ അടി അങ്ങോട്ട് അടിക്കുകയാണ്. ആ സമയത്ത് അരിമ പൊൻപൂബാതി സായിൽ ഒന്നങ്ങാടിത്താരോ അപ്പോദസാ കിതുബമ്പാക്കന്നൂരത്താരോ. ഇത് പറഞ്ഞപ്പോൾ സായിൽ അടിച്ചു എന്ന് മാത്രമല്ല, അതാ പറയുന്നു, ഇവർ പറയുന്നത് പച്ച കള്ളമാണ്, പച്ച നുണയാണ് ഇവർ പറയുന്നത് എന്ന് അതാ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ധരിത്തൂടൻ രാജന്നോമൈകൾ കേട്ടോ ഈ ഭാഷത്തെ ചാറ്റി നൂണ ഉങ്കൾ എന്നിൽ എന്ന് ഉന്നി കോപിത്തേ. അവിടെ മുമ്പിലിരിക്കുന്ന 10 ആളുകളോട് യാക്കൂബ് നബിയുടെ സന്താനങ്ങളോട് രാജാവ് ചോദിക്കുകയാണ്, സാഹ് പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ പറഞ്ഞത് സത്യമല്ല, നുണയാണ്, പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് ഈ സാഹ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കേട്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ രാജാവിന് ദേഷ്യം വന്നു. കാരണം നുണയാണ് പറഞ്ഞിരിക്കുന്നത് രാജാവിനോട്. മിസ്രിൻ്റെ അധിപനായ രാജാവിനോട് നുണ പറഞ്ഞിരിക്കുകയാണ് ഇവരെ. കോപം മികന്തരാജരും കൂറുന്നു മൈകളോറ്റരാം ആവി കടന്ത് ശൂരരും അണ്ട് ഭയന്താളുകലായി താപിത്ത് കൽബ് തള്ളലായി താജരിൽ പിന്നും ചൊല്ലലായി കൂറിയതാകെ ഉള്ളതാം കൊമ്മളർ പിന്നും ബിള്ളലായി. സാഗ് പറയുന്നത് നിങ്ങൾ പച്ച നുണയാണ് പറയണമെന്നാ കേട്ടില്ല നിങ്ങൾ ചോദിച്ചു. കിട്ടുക. അപ്പോൾ ഇവരങ്ങോട്ട് പണ്ട് യൂസുഫ് നബിനെ കാണാമല്ലോ, ചെന്നായ പിടിച്ചു എന്നും പറഞ്ഞ് വാപ്പാൻ്റെ അടുത്തേക്ക് പൊട്ടിക്കരഞ്ഞ് തലയിൽ കൈയൊക്കെ വെച്ചിട്ട് വാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നില്ല. അതേപോലെ തന്നെ ഇവിടുന്നും ഇവിടെ ആവർത്തിക്കുകയാണ്. രാജാവിനോട് പറഞ്ഞു, കരഞ്ഞ് പറയണം, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ആ സമയം വിള്ളി അറസ്റ്റ് ചെയ്തിടും വേഗം സിദ് കുരക്കണം ഉള്ളു ഭയം ദിട്ടം ദിനം ഒക്കെയും കേണ് പേശലായി. മര്യാദക്ക് പറയുകയാണ് നല്ലത്, സത്യം പറയണം നല്ലത്, അല്ലെങ്കിൽ നിങ്ങളപ്പം പിടിച്ച് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഓല് വീണ്ടും നുണ ആവർത്തിക്കുകയാണ്. ചൊല്ലിയതാകെ നേരതാം സുന്ദര രാജ എങ്കള നല്ല പിതാവെ ഓർത്തതാൽ നാങ്കളിൽ രക്ഷ നൽകണേ. ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് രാജാവേ, സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളെ പിതാവിനെ ഓർത്ത് ഞങ്ങൾക്ക് രക്ഷ നൽകണം. ആ സമയം വീടും കൂടികളാകയും ബത്തൽ കടന്തു ജൂയിലാം തെടി മുഷീത്ത് ഭാവയും തീരെ വിശന്നിരിക്കുമേ. ചോടുന്ന പോതിൽ രാജരും സൂരരെ നിങ്ങൾ തമ്പിയെ കൂടെ കൊടുന്ന് കാട്ടുമോ കൂറിയ വാക്ക് കൈക്കൊള്ളാം. അപ്പോൾ ഞങ്ങളെ വാപ്പാനെ ഓർത്തിട്ടെങ്കിലും ഞങ്ങളൊന്ന് വിടണം നാട്ടിക്ക്. വാപ്പ അവിടെ ഇടങ്ങേറിൽ ഭക്ഷണമല്ലാതെ ആകെ പ്രയാസത്തിലാണ് എന്ന് രാജാവിൻ്റെ മുമ്പിൽ ഇവർ കരഞ്ഞു പറയുകയാണ്. മാത്രമല്ല ആ സമയം യൂസുഫ് ഒരു ഐഡിയ പ്രഖ്യാപിക്കുകയാണ്. അഥവാ സിംഹാസനത്തിലിരുന്നു കൊണ്ട് യൂസുഫ് തൻ്റെ ജ്യേഷ്ഠന്മാരോട് ചോദിക്കണം. ജ്യേഷ്ഠന്മാരാണ് യൂസുഫാണ് അവിടെ ഭരിക്കുന്നതെന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യൂസുഫിനല്ലാതെ മറ്റുള്ളവർക്ക് അറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ചോടുന്ന പോതിൽ രാജരും യൂസുഫ് നബി ചോദിക്കുകയാണ് ജ്യേഷ്ഠന്മാരോട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്താ
കൊടുന്ത് കാട്ടുമോ, കൂടെ കൊടുന്ത് കാട്ടുമോ. അവിടെ ഒരു തമ്പി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളെ നാട്ടിൽ ബാപ്പാൻ്റെ അടുത്ത്. 10 ആളല്ലേ ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. 11ാമത്തെ ഒരാളില്ലേ, ഒരാളെ പിന്നെ ചെന്നായ പിടിച്ചു. നിങ്ങൾ പറയണത് ശരിയാണ്. നിങ്ങൾ പറയണത് ശരി വെക്കണമെങ്കിൽ എന്ത് വേണം, ആ തമ്പിയെ, അതായത് നാട്ടിലുള്ളൊരു തമ്പിയില്ലേ, ആ തമ്പിയെ ഇവിടെ കൊടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ പറയണ വാക്ക് ശരി വെക്കാം. അങ്ങനെ കൂറിയവർ ബറാബറായി കൊലവനോട് വഴുതയായി ഭവർണഭാവയോടമൈ പൂരണഭാവയോടമൈ ബോലിയളൈത്ത് കൊണ്ടരാം. അപ്പോൾ അവർ പറയണ രാജാവിനോട്, രാജാവേ എന്നാൽ ശരി, ഞങ്ങളവിടെ എത്തിയിട്ട് ഞങ്ങൾ വാപ്പാനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഞങ്ങളെങ്ങനെയും കൊണ്ടുവരാൻ നോക്കാം. അങ്ങനെ താരുളറുന്നിയെല്ലാവരും സംഘടിച്ചിന്ന് പോകുവാൻ തീരവിടൂര എന്നതിൻ ചിന്തിയോരരാജരെ ചിന്തിയ പേരടങ്കലും മമ്പൂറപ്പൂമക്കാമിലെ ചിന്തിയ പേരടങ്കലും ചേലിൽ നാറുക്ക് പോടുവീൻ അന്തേ പൊളുത് രാജരും അപ്പടി ചെയ്ത് പാർക്കലായി. രാജാവ് പറഞ്ഞു, നിങ്ങളച്ച് വിശ്വാസമല്ല, നിങ്ങൾ പോയി ഇനി ആ തമ്പിനെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ ഉറപ്പില്ല. ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരും നിൽക്കൂല എന്നാണ് പറഞ്ഞു. ഞങ്ങൾ നിൽക്കൂല, ഞങ്ങൾ പാപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഞങ്ങളാരും ഇവിടെ നിൽക്കൂല. നിൽക്കണം നിർബന്ധമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നാൽ നമുക്കൊരു നറുക്കെടുക്കുക പറഞ്ഞു. അങ്ങനെ നറുക്കിട്ടു. 10 ആളെ പേര് എഴുതിയിട്ട് നറുക്കിട്ടു. നറുക്കിട്ടെടുത്തപ്പോൾ ബന്ദ് ശംഊനിൽ അന്തിനം പാർത്തെ നറുക്ക് ബീളലായി ബന്ദിൽ അയ്യോരാക്കിയും മറ്റവരോട് കൂറലായി. അപ്പം ശംഊൻ്റെ നറുക്കാണ് കെട്ടിക്കണത്. ശംഊന് അച്ചിമുളി നായാട്ടൊക്കെ ഉണ്ടാക്കി, പക്ഷെ അതൊന്നും അവിടെ ബന്ദില്ല. ആ സമയത്ത് രാജാവ് പറഞ്ഞു, ശമ്മൂൻ്റെ നറുക്കാണ് കെട്ടിക്കുന്നത്, ശമ്മൂന് ഇവിടെ നിൽക്കുക, എന്നിട്ട് ബുന്യാമിനെ കൊടുന്നാ വിടാന്ന് പറഞ്ഞു. അങ്ങനെ കുഫത്ത് രാജൻ അളവ് വാങ്ങി പതിക്ക് പോകാനേ റസ കൊടുത്തവർക്കാണേ സമയമൊക്കെ അളവെടുത്ത് പുറത്ത് വന്നാനേ ഒരു കുട നടന്താനേ അവരിൽ ഖേദം കവിന്ത് ഭവാൻ്റെ ഇടത്തിലെന്താണ് നമ്മൾ അടുത്ത് ചിന്താനേ. കുഫത്ത് രാജൻ അളവ് വാങ്ങി പടിക്ക് പോകാനേ റസ കൊടുത്തവർക്കാനേ. അങ്ങനെ ഏതായാലും മുമ്പത്തേക്കാൾ അവരുടെ ചാക്കിൽ അവരിങ്ങോട്ട് സാധനം വാങ്ങാൻ കൊണ്ടുവന്ന നക്കാപ്പിച്ച കോല ചാക്കിൽ തന്നെ ഇട്ടുകൊടുത്ത് വീണ്ടും കുറേ സാധനങ്ങൾ ചാക്കിൽ നിറച്ചു കൊടുത്ത് ധാന്യത്തിൻ്റെ ചാക്ക് അവരുടെ കൈവശം കൊടുത്ത് നിങ്ങൾ പൊയ്ക്കോളിയും കുട്ടികളെ എന്നാൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, അടുത്ത വരവിൽ ബുന്യാമീനെ കൊണ്ടുവരണം. ബുന്യാമീൻ ആരാണ്? മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്കുണ്ടായ അനിയനാണ്. അപ്പോൾ അതുകൊണ്ട് ബുന്യാമീനെയും കൊണ്ടുവരണം എന്നുള്ള വസിയത്തോടു കൂടെയാണ് പറഞ്ഞയക്കണം മറ്റുള്ള ജ്യേഷ്ഠന്മാർക്ക് യൂസുഫാണെന്നറിയില്ല. അങ്ങനെ അവരിൽ ഖേദം കവിന്ത് ബാവാൻ്റെ ഇടത്തിലെന്താനേ നമ്മൾ അടുത്ത് ചിന്താനേ നബലി പിന്നും ബുനിയാമീനെ തരുമോ എന്നാണ് തമ്മിൽ ഭയന്ന് ചൊല്ലാനേ. അങ്ങനെ ഒരു പരസ്പരം തമ്മിൽ പറയുകയാണ്. ഇനിയിപ്പോൾ വാപ്പാൻ്റെ എത്തി വന്നാൽ ബുന്യാമീനെ കിട്ടുമോ? ശമ്മൂനെ എങ്ങനെ രക്ഷപ്പെടുത്തുക? ചൊല്ലിയ ബുക്കിട്ടെ ദില്ല് ഞെടുങ്ങിട്ടെ, അങ്ങനെയല്ല പാടുക. ചൊല്ലിയ ബുക്കിട്ടെ ദില്ല് ഞെടുങ്ങിട്ടെ, അങ്ങനെയല്ല പാടുക. അങ്ങനെ നവനെ പറ്റി ബുന്യാമീനെ തരുമോ എന്നാനേ നമ്മിൽ ഭയന്ന് ചൊല്ലാനേ. ചൊല്ലിയ ബുക്കിട്ടെ ദില്ല് ഞെടുങ്ങിട്ടെ മണ്ട കറങ്ങിട്ടെ ചെണ്ട് കടന്നിട്ടെ നോക്ക് മുത്തോരെ കഥ കേക്കബുവോരേ, അങ്ങനെയാണ് പാടുക. അപ്പോൾ ചൊല്ലി അബുക്കിട്ടെ ദില്ല് ഞെടുങ്ങിട്ടെ മണ്ട കറങ്ങിയിട്ട് ചെണ്ട് കടന്നിട്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവർ പോയി വാപ്പാൻ്റെ അടുത്ത് എത്തി. കന്നാനിലെത്തിയിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പാ അബുവയെങ്കൽ കുടുക്കിൽപ്പെട്ട് കണിഞ്ഞ് ശംഊനേ അങ്കെ പണയമ്പത്താനേ കവലിരാജൻ ബുനിയാമീനെ കൂട്ടിച്ചെല്ലാനേ എങ്കൽ ഏട്ടൻ ശംഊനേ കബിലാക്കി നിർത്തിയിട്ടുണ്ട് ചേർത്തിക്കൊണ്ടോനെ
പോയാൽ ഈന്തും മറ്റോനേ. ബാപ്പാ, ഭക്ഷണമൊക്കെ നമുക്ക് രാജാവ് തന്ന് വളരെ സന്തോഷകരമായ രീതിയിൽ ഭക്ഷണ ധാന്യച്ചാക്കുകളൊക്കെ നമ്മൾ വളരെ ഉഷാറായി തന്നിട്ടുണ്ട്. ഞങ്ങളെ വളരെയധികം സ്നേഹിച്ച് വളരെ നല്ല നിലക്കാണ് രാജാവ് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ചെയ്തത്. യാക്കൂബ് നബിയുടെ മക്കളാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം. വളരെ സ്വീകരണമാണ്, വളരെ വലിയ വലിയ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന സ്വീകരണങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത് വാപ്പാ. മാത്രമല്ല, പക്ഷേ രാജാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ ബുന്യാമീനെ കൂട്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ബുന്യാമീനെ കൊണ്ടുവന്നാൽ ഇനി ഷമ്മൂനെ വിടുള്ളൂ, ഷമ്മൂനെ അവിടെ തടവിൽ വെച്ചിക്കാണ് എന്ന് പറഞ്ഞു. ഈ സമയം നിവർത്തി വേറെ തരത്തിൽ ഉണ്ടും ഇല്ല ഇലയബുവാരേ റസ കൊടുമടുവാരേ. തിട്ടമിനി ചൊല്ലാൻ ഒട്ടും വഴിയില്ല, കഷ്ടം ഭവിത്തല്ല നഷ്ടം പാടും ചൊല്ല ഭാരും പിന്നാലെ വാവാക്കൂറി ഇന്നാളെ. ബാവ പറഞ്ഞു, കുഞ്ഞാമീനെ ഇതെന്നെ കാര്യം പ്രശ്നമാണല്ലോ, യൂസുഫിനെ തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഹലാക്കിലാക്കിയില്ലേ. എന്തായാലും എല്ലാം അള്ളാൻ്റെ തീരുമാനം പോലെ നടക്കുമ്പോൾ ഷമ്മൂനെ വിട്ട് കിട്ടണമെങ്കിൽ ബുന്യാമീനെ വിടും വേണം. മാത്രമല്ല, നമ്മളെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, ഭക്ഷണം വേണം, അതിനിഞ്ഞ് പോകാതിരിക്കാനും രക്ഷയില്ല. അന്നാൾ യഅൂബൻ നബിയോരത്തെ അരിമ കനി യൂസുഫിനെ പീഡിത്തേ. എന്നെ അകറ്റിയം ദിനം തോടുത്തേ, ഇതിനാൽ അളൂതൻ പാർവയും നാശിത്തേ. മക്കളെ, യൂസുഫ് പിരിഞ്ഞത് മുതൽ തന്നെ ഞാനാകെ വ്യസനത്തിലാണ്. യൂസുഫിനെ നിങ്ങൾ എന്നെ എൻ്റെ അടുക്കൽ നിന്നും അകറ്റി. അന്ന് മുതൽ ഞാൻ കരഞ്ഞെൻ്റെ കണ്ണുനീർ താഴോട്ടിങ്ങനെ അടർന്ന് ഒഴുകാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ പാർവ നശിച്ചു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നശിച്ചു പോയി. മക്കളെ, അന്നേ ദിനം മുതൽ ബുന്യാമീനെ അവനിൽ പകരമായി നിലർത്ത് ഞാനേ. അന്ന് മുതൽ യൂസുഫ് പോയ വ്യസനം അത് മാറ്റാൻ, ആ യൂസുഫ് പോയ വ്യസനത്തെ ഇല്ലാതെയാക്കാൻ യൂസുഫിൻ്റെ അനിയനായ ബുന്യാമീനെയാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവന് പകരമായി ഇനി ബുന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ? അതടുത്ത എപ്പിസോഡിലേ പറയാനാകൂ ഈ കവിക്ക്.